പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ നാട്ടിലെ ചില പുരോഗമന യുക്തിവാദികളുണ്ട്. കാരണം അവർ ദൈവമില്ല എന്നൊക്കെ പറയുമെങ്കിലും വീട്ടിൽ മക്കളുടെയൊക്കെ കല്യാണമൊക്കെ നടന്നാൽ ഇങ്ങനെ ഉറച്ച ആമീൻ പറയുന്നത് കേൾക്കാം. ആമീൻ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും. നിക്കാഹൊക്കെ ഈ മതച്ചിട്ട അല്ലെങ്കിൽ ചടങ്ങുകൾക്കനുസരിച്ചായിരിക്കും. ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ മരിച്ചാലും ഇതുമായി ബന്ധപ്പെട്ട മരണാനന്തര ചടങ്ങുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ പൊതുവെ അവർ പറയും തങ്ങൾ ദൈവവിശ്വാസികളല്ല എന്ന്. അത്തരക്കാർ അപകടകാരികളല്ല. കാരണം മനസ്സിൽ അവരൊരു ദൈവവിശ്വാസം വച്ചു പുലർത്തുന്നു. പക്ഷേ ചില രാഷ്ട്രീയ ചുറ്റുപാടുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അവർ ദൈവം ഇല്ല എന്നൊക്കെ പറയും. അത് എല്ലാ ജാതിയിലും മതത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. അത് ക്രൈസ്തു മതവുമായി ബന്ധപ്പെട്ടാലും ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ടാലും പ്രത്യക്ഷമായിട്ട് ദൈവം ഇല്ല എന്ന് പറയുകയും അതിനെയൊക്കെ വിമർശിക്കുകയും ചെയ്യുമെങ്കിലും വീട്ടിൽ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഇത്തരം മതപരമായ ചടങ്ങുകൾ അവർ നിലനിർത്താറുണ്ട്. അത് അവരുടെ രാഷ്ട്രീയ പരമായ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് അവർ പൊതുവെ അങ്ങനെ അവരുടെ മത വിശ്വാസങ്ങൾ ഉണ്ട് എന്ന് പറയാത്തത്. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിലൊക്കെ മതമുണ്ടാകും. പക്ഷേ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഷിഹാബ് മേത്തർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മതപരമായ ചടങ്ങുകളിലൂടെ തന്നെ ഈ പള്ളിയിൽ അടക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം മതമില്ല എന്ന് പറയുക മാത്രമല്ല മതത്തിൻ്റെ സിമ്പലുകളൊക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ വേദന ഉണ്ടാക്കിയ സംഭവികതകളാണ്. അദ്ദേഹത്തെയും പള്ളിയിൽ കബറടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇപ്പോൾ ഇന്നലെയായിട്ട് ജാമിദ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ പുറത്തു വരികയാണ്. അവർ ഈ പറഞ്ഞ ഗണങ്ങളിലൊന്നുമല്ല, സിംബോളിക്കായിട്ട് മതമില്ല എന്ന് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആളുകളെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരൊരിക്കലും ഈ വിശ്വാസികളുടെ മനസ്സിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തന്നെ അവർ സംസാരിച്ചാലും അത് ഈ കാര്യകാരണ സഹിതം, നേരത്തെ നമ്മൾ സനലിട മുരുകനെയും ഒക്കെ കണ്ടതുപോലെ കാര്യകാരണ സഹിതം ആയിരിക്കും വിശദീകരിക്കുന്നത്. നമ്മളൊക്കെ അവരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് പോകുമ്പോഴും അവരുടെ ആദർശങ്ങളോടൊക്കെ വിമുഖത പുലർത്തലും അവരോട് ഒരു ആരാധന നമ്മൾ വെച്ച് പുലർത്തിയിരുന്നു. കാരണം ഒരു ആരാധന എന്ന് പറയുന്നില്ല, ആദരവ് നമ്മൾ വെച്ച് പുലർത്തിയിരുന്നു. ആരാധന എന്ന പദം തെറ്റാണ്, സോറി. ആദരവ് വെച്ച് പുലർത്തിയിരുന്നു. ആ ആദരവ് അവരാ സംഗതികളെ പറ്റി പഠിക്കുന്നതിന് കാണിച്ച ആത്മാർത്ഥതയോടാണ്. പക്ഷെ ഇന്നത്തെ യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ അത് അവർ വളരെ മോശം പ്രയോഗങ്ങളാണ് നടത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിക്കപ്പോഴും വിശ്വാസങ്ങളെ ഖണ്ഡിക്കുന്നതിന് പകരം ആ വിശ്വാസങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ ജാമിദ എന്ന് പറയുന്ന പുള്ളിക്കാരി. പുള്ളിക്കാരി ഇല്ലാത്ത കാര്യങ്ങൾ മിക്കപ്പോഴും ഒരു സമൂഹവുമായി കൂട്ടിയോജിപ്പിച്ച് പറയുന്ന ഒരു വൃത്തികെട്ട മനോഭാവത്തിനുടമയാണ്. പ്രത്യേകിച്ചും ഈ അടുത്ത സമയങ്ങളിലൊക്കെ നടന്ന മിക്ക കലാപങ്ങളും അതിൽ ഈ മുസ്ലിം സമുദായമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിൽ പോലും അത് മുസ്ലിങ്ങളുമായി കൂട്ടിയോജിപ്പിച്ച് പറയുന്നതിൽ അവർ അഗ്രഗണ്യായിരുന്നു. ഇപ്പോൾ പ്രയാഗ്രാജിലുണ്ടായ ചില തീപിടുത്തങ്ങളായാലും അതുപോലെ ഹംപിയിൽ കർണാടകയിൽ ഒരു ഇസ്രായേലി വനിതയെ ഏതോ ആളുകൾ ബലാത്സംഗം ചെയ്ത കേസുമായാലും അതൊക്കെ അവർ മതവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നടന്ന ഒരു സംഭവമായി ക്രോഡീകരിച്ച് അവർ മുസ്ലിങ്ങൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. അതിപ്പോൾ ഈ എറണാകുളത്ത് നടന്ന സ്ഫോടനമായാലും ഒക്കെ അത് മുസ്ലിങ്ങൾ ചെയ്തതല്ലെങ്കിലും അവരുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ അവരുടെ വരികൾക്കിടയിൽ പറഞ്ഞു വരുന്നത്, അവരുടെ വാർത്തകൾക്കിടയിൽ പറഞ്ഞു വരുന്നത് അവർ മുസ്ലിങ്ങൾ ചെയ്തു എന്ന രീതിയിലായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വിശ്വസിക്കുന്ന പ്രമാണങ്ങളെ ഒക്കെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടുകാരും എൻ്റെ അയൽക്കാരും സംശയത്തോടെ നോക്കുന്നത് എനിക്ക് സഹിക്കുവാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ഞങ്ങൾ പരസ്പരം സഹകരിച്ചും സഹവർത്തത്തിലും കഴിഞ്ഞു പോകുന്ന ആളുകളാണ്. അവരെൻ്റെ വിശ്വാസങ്ങളെയൊക്കെ ഒരു ഭീകരവാദിയുടെയും തീവ്രവാദിയുടെയും വിശ്വാസങ്ങളായി കാണുന്നത് എന്നെ സംബന്ധിച്ചത് സഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഇന്നലെ ജാമിദയുടെ വീഡിയോ വന്നിരിക്കുകയാണ്. ജാമിദിയ ഇത്രത്തോളം പ്രവാചകനെ തെറി വിളിച്ചിട്ട്, പ്രവാചകനെ പെണ്ണുപിടിയനും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചിട്ട്, അത് മിക്കപ്പോഴും നമുക്കറിയാവുന്ന പോലെ ഹദീസുകൾ എന്നൊക്കെ പറയുന്നത് പ്രവാചകൻ ജനിച്ചിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്നും സ്ഥിരതയില്ലാത്ത കാര്യങ്ങളാണ്. അതൊക്കെ തന്നെ പ്രവാചകന്റെ ശത്രുക്കൾ അത്തരം എഴുത്തുകൾ കടന്നുകൂടി എന്ന് ചരിത്രവും അതുപോലെ പണ്ഡിതന്മാരും ഒക്കെ വാദിക്കുന്ന കാലത്ത് സ്ഥിരതയില്ലാത്ത ഇത്തരം ഹദീസുകളൊക്കെ എടുത്തു വെച്ച് മതത്തിന്റെ ശത്രുക്കളെ പ്രോത്സാഹിപ്പിച്ച് പൈസ നേടുന്ന ഒരാളാണ് ജാമിദ. അവരുടെ ഇന്നലെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. അത് ഏറ്റവും വേദനാജനകം തന്നെയാണ്. കാരണം അവർ പറയുന്നത് അവർ കാപ്പാട് ജമാഅത്തിൽ അവർ മെമ്പറാണെന്നാണ്, അവർ വരിസംഖ്യ അടയ്ക്കുന്നുണ്ടെന്നാണ്. അവിടുത്തെ മുത്തവല്ലി അദ്ദേഹം ജാമിദ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കും. ഇപ്പോൾ പാവപ്പെട്ട ആളുകളൊക്കെ മരിക്കുകയോ ഒക്കെ ചെയ്താൽ അവരുടെ ഖബറടക്കത്തിന് ആവശ്യമായ പൈസയ്ക്ക് വേണ്ടി വിളിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. സത്യമാണെങ്കിൽ ഏറ്റവും പരിതാപകരമായ ഒരു സംഗതിയാണ്. കാരണം ഏറ്റവും പാവനമായ പ്രവാചകനെയും
അള്ളാഹുവിനെയും ഒക്കെ ആക്ഷേപിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്ന് എന്തർത്ഥത്തിലാണ് ഈ പള്ളി കമ്മിറ്റി പൈസ വാങ്ങിക്കുന്നത്, വരിസംഖ്യ വാങ്ങിക്കുന്നത് എന്നെനിക്കറിയില്ല. കാരണം അവരുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കുവാനും കഴിയുന്നില്ല. ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരു വിശ്വാസി എന്ന രീതിയിൽ എന്നെപ്പോലെ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടാകാം. പ്രത്യേകിച്ചും ഈ കാപ്പാട്, കോഴിക്കോട് പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടാകാം. അവരൊക്കെ ഇതിന് വ്യക്തത വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് വളരെ മോശം ഒരു പ്രവണതയാണ് ഉണ്ടെങ്കിൽ. കാരണം പ്രവാചകനെയും അള്ളാഹുവിനെയും ഒക്കെ പച്ചയ്ക്ക് തെറി വിളിക്കുകയും മിക്കപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾ ഒരു സമൂഹത്തിന്റെ മേൽ കെട്ടിവെക്കുകയും ജനം ടി വി പോലെ വിഷം വമിക്കുന്ന ചാനലുകളിൽ പോയിരുന്ന് അപമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ പേരിൽ നിന്ന് പള്ളി കമ്മിറ്റി വരിസംഖ്യ ഈടാക്കുകയും അവരെ ഇപ്പോഴും ആ പള്ളി കമ്മിറ്റിയിൽ മെമ്പറാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ പള്ളിയിൽ അവർ മെമ്പറായിരിക്കുന്നുവെങ്കിൽ അത് വിരോധാഭാസം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ആ പ്രദേശത്തുള്ള ആളുകൾ വിശ്വാസി സമൂഹത്തിന് വേണ്ടി അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ജാമിദിയുടെ വാക്കായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കുവാനും കഴിയുന്നില്ല. കാരണം തെളിവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും വരിസംഖ്യ കൊടുക്കുമ്പോഴൊക്കെ റെസീപ്റ്റുകൾ കിട്ടുമല്ലോ. റെസീപ്റ്റുകൾ പെരുന്നാളിനും അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ തെക്കൻ കേരളത്തിലൊക്കെ വരിസംഖ്യ പിരിക്കുന്ന ഒരു ഏർപ്പാടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റെസീപ്റ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജാമിദിക്കും ഇത് ഹാജരാക്കാവുന്നതാണ്. എന്തായാലും ഇതിനൊരു വ്യക്തത ആ പ്രദേശത്തുള്ള ആളുകൾ വരുത്തണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം. കാരണം ജാമിദിയാണ് പറയുന്നത് കൊണ്ട് ഇത് വിശ്വസിക്കുവാൻ തരമില്ല. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഹംപിയിലെ ബലാത്സംഗം അത് മുസ്ലിങ്ങളുടെ പേരിൽ കൊണ്ടുവച്ചതായാലും അവിടെ ഹോം സ്റ്റേയിൽ തങ്ങിയ ഒരു ഇസ്രായേലി വനിതയെ അവിടുത്തെ കുറച്ച് ആളുകൾ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയും അവരുടെ പൈസ തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായി. അതും അവർ ഇസ്ലാമിന്റെ തലയിലാണ് കൊണ്ടുവച്ചത്. അതുപോലെ ഈ പ്രയാഗ്രാജിലുണ്ടായ ഈ മഹാകുംഭമേളയിൽ ഉണ്ടായ തീപിടുത്തം അതും അവർ ഇസ്ലാമിന്റെ പേരിലാണ് കൊണ്ടുവച്ചത്. പക്ഷേ സംഗതികൾ, അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിൽ ഉണ്ടായ സ്ഫോടനം, ഇതൊക്കെ അവർ കൊണ്ടുവച്ചുവെങ്കിലും പിന്നെ അന്വേഷണങ്ങളിൽ നിന്ന് ഒക്കെ വ്യക്തമായത് അതൊന്നും ആ മതത്തിൽപ്പെട്ട ആളുകൾ ചെയ്തതല്ല എന്നാണ്. പക്ഷെ പർപ്പസ്ഫുള്ളി ഒരു പ്രത്യേകതരം ആൾക്കാരെ, അവരുടെ ചാനൽ കാണുന്ന ഒരു പ്രത്യേകതരം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ പൈസ കിട്ടുവാനും വേണ്ടി ആണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ കാപ്പാട് പള്ളിയിൽ അവർ മെമ്പർഷിപ്പ് ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ആ പ്രദേശത്തെ വിശ്വാസികളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊന്ന്, ഈ ജാമിദിയെ പോലുള്ള ആളുകളുടെ യൂട്യൂബ് ചാനൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന സംഘികളോടും ക്രിസംഖികളോടും പറയട്ടെ, ഇത് നിങ്ങളെ പറ്റിക്കുന്ന ഒരു സാധനമാണ്. സംഘികളെ പറ്റിച്ച് അന്നമുണ്ണുക എന്നത് ചില യൂട്യൂബർമാരുടെ പൊതു സ്വഭാവമാണ്. നേരത്തെ അത് രാമസിംഹനെ പോലുള്ള ആളുകൾക്കുണ്ടായിരുന്നു. അദ്ദേഹം പടമൊക്കെ എടുത്ത് നിങ്ങളുടെ പൈസ വെച്ചാണ്, അത്യാവശ്യം സെറ്റിലായ നിങ്ങളുടെ പൈസ വെച്ചാണ്. ഇതിൽ ചില വിശ്വാസങ്ങളുണ്ട്. അതായത് വിശ്വാസം ദൃഢമായിരുന്നാൽ മതി, ബാക്കി ഒന്നും പ്രശ്നമല്ല എന്ന ചില വിശ്വാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്, മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നാൽ മതി എന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന ഒരു തിരിച്ചറിവ് കൂടി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്, മലയാളികളാണ്. പരസ്പരം സഹകരിച്ചുകൊണ്ട് സൗഹൃദത്തിലും ജീവിക്കുവാം. ഇത്തരം ക്ഷുദ്രജീവികളെ, ഈ സ്പർദ്ധതയുണ്ടാക്കി ഈ സമൂഹത്തിൽ അന്തഛിദ്രതയുണ്ടാക്കി ഈ സ്ഥാനമാനങ്ങളും അതുപോലെ പൈസയും നേടുന്ന ആളുകളെ വേർതിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.